सकलं राधाकृष्णार्पणमस्तु। जय राधे राधे। कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय ഗോവിന്ദായ നമോ നമഃ. ഏവർക്കും വംശിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ ഒരു ഷോർട്സിൽ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയൂ എന്ന് ചോദിച്ച പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചെറിയൊരു വീഡിയോ, ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഒരു ശ്രീലക്ഷ്മി ദേവിയുടെ അവതാര മഹാത്മ്യവും വാസസ്ഥാനവുമാണ്. കൂടാതെ അഷ്ടലക്ഷ്മി മന്ത്രവും ഞാൻ പറയുന്നുണ്ട്. ദേവിയുടെ അവതാര മഹാത്മ്യം ഇതാണ്. പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ രാസമണ്ഡലത്തിൽ വെച്ച് പരമാത്മാവിന്റെ വാമാംസത്തിൽ നിന്ന് ശ്രീ മഹാലക്ഷ്മി അവതരിച്ചു. അതീവ മനോഹരിയായിരുന്നു ശ്രീദേവി. പരമാത്മാവിന്റെ ഇംഗിതമനുസരിച്ച് രൂപം, ലാവണ്യം, വയസ്സ്, പ്രഭാവം, ഭൂഷണം, പ്രേമം എന്നീ ഗുണങ്ങളുടെ തുല്യ പ്രഭാവമുള്ള 2 ദേവിമാരായി പരിണമിച്ചു. ദേവിയുടെ വാമാംസത്തിൽ നിന്ന് വന്നത് രമാദേവിയും ദക്ഷിണ വാമാംസത്തിൽ നിന്ന് വന്നത് രാധാദേവിയുമായിരുന്നു. ഇവരിൽ രാധാദേവി ആദ്യം തന്നെ ദ്വിഭുജനായ ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി സങ്കല്പിച്ചു. ലക്ഷ്മി ദേവിക്കും ഭഗവാനിൽ തന്നെയാണ് അഭിലാഷമുണ്ടായത്. അതുകൊണ്ട് ഭഗവാനും ഒരു രൂപത്തിന്റെ 2 ഭാഗങ്ങളായി രൂപം പ്രാപിച്ചു. വാമഭാഗത്തിൽ നിന്ന് ദ്വിഭുജ കൃഷ്ണനായും ദക്ഷിണ ഭാഗത്തിങ്കൽ നിന്ന് ചതുർഭുജ മഹാവിഷ്ണുവായും പ്രത്യക്ഷപ്പെട്ടു. ഇവരിൽ ചതുർഭുജനായ ശ്രീ മഹാവിഷ്ണുവിനെ ശ്രീ മഹാലക്ഷ്മി പതിയായി സ്വീകരിച്ചു. ഇതാണ് ഐതിഹ്യം. ഈ ദേവിയുടെ 2 വിവിധ ഭാവങ്ങളാണ്. ശ്രീലക്ഷ്മി ദേവിയെ നമ്മൾ വിഷ്ണുപ്രിയ ലക്ഷ്മി എന്ന്, രാജലക്ഷ്മി എന്ന് 2 വ്യത്യസ്ത ഭാവങ്ങളിലാണ് പറയുന്നത്. വിഷ്ണുപ്രിയ ലക്ഷ്മി പ്രതിവ്രത ശിരോമണിയാണ്. ദേവി ഒരവസരത്തിലും തന്റെ ഇഷ്ടകാന്തനെ വേർപിരിയുകയില്ല. രാജലക്ഷ്മി ആകട്ടെ ദേശാടനം നടത്തുന്നവളും അനേകം രാജാക്കന്മാരെ സ്നേഹിക്കുന്നവളും അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നവളുമാണ്. രാജലക്ഷ്മി അസ്ഥിരയും ചഞ്ചലയുമാണ്. അതുകൊണ്ടാണ് ശ്രീ മഹാലക്ഷ്മിയുടെ പര്യായ പദങ്ങളിൽ ചഞ്ചലയെന്നും അസ്ഥിരി എന്നും പറയപ്പെടുന്നത്. സദ്ഗുണങ്ങളും ധർമ്മവും നീതിയും നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ രാജലക്ഷ്മിയെ ദർശിക്കാവുന്നതാണ്. സദ്ഗുണങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് രാജലക്ഷ്മി വിട പറയുന്നതുമാണ്. അവിടെ ജ്യേഷ്ഠലക്ഷ്മി അഥവാ മൂദേവി കടന്നുകൂടുന്നതുമാണ്. ദേവിയുടെ വാസസ്ഥലം എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രീ വൈകുണ്ഠനാഥന്റെ വക്ഷസ്ഥലത്തിലാണ് സ്ഥിരമായി ദേവി വസിക്കുന്നത്. കൂടാതെ ഭൂമിയിൽ പൂർണ്ണകുംഭം, കുങ്കുമം, മഞ്ഞൾ, ചന്ദനം, മാവില, തോരണം, നിലവിളക്ക്, വെറ്റില, പുഷ്പം, കണ്ണാടി, പൂക്കുല, ഉള്ളങ്കൈ, മാംഗല്യം, ഗജമസ്തകം, ഗോവിന്റെ പൃഷ്ഠഭാഗം, കോലം എന്നീ പ്രകാരമുള്ള ലക്ഷ്മീകരങ്ങളായ വസ്തുവകകളിലും സ്ഥിതി ചെയ്യുന്നു. സൗന്ദര്യം, അറിവ്, ധൈര്യം, ക്ഷമ, കഴിവ്, ധർമ്മവിചാരം, ദൈവഭക്തി, സദ്ഗുണം, അച്ചടക്കം എന്നീ നല്ല ഗുണങ്ങളുള്ള മനുഷ്യരുടെ കൂടെയും ഐശ്വര്യപ്രദായിനിയായി ശ്രീദേവി വസിക്കുന്നു. കൂടാതെ നമ്മൾ കൂവളത്തിലെയോ താമര പൂക്കളോ അഥവാ ജമന്തി പൂക്കളോ തുളസിദളം എന്നിവ കൊണ്ടുള്ള അർച്ചന ദേവിയെ പരിപൂർണ സംതൃപ്തയാക്കുന്നു. ഓം ലക്ഷ്മി നാരായണ നമ എന്ന തിരുനാമം ഉരുവിട്ടുകൊണ്ട് കൂവള വൃക്ഷത്തെയോ തുളസിച്ചെടിയോ പതിവായി പ്രദക്ഷിണം ചെയ്യുന്ന ഭക്തന്മാരെ ശ്രീദേവി ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് ശാസ്ത്രം. ഇനി അഷ്ടലക്ഷ്മി മൂലമന്ത്രം പറയാം. ഓം ശ്രീം ക്രീം ക്ലീം ഐം ലക്ഷ്മി ശ്രീലക്ഷ്മി കമലധാരിണി സിംഹവാഹിനിയെ സ്വാഹ. ഒന്നുകൂടി പറയാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ലക്ഷ്മി ശ്രീലക്ഷ്മി കമലധാരിണി സിംഹവാഹിനിയെ സ്വാഹ.